സിനി ചേച്ചിക്ക് ഇതൊക്കെ കാണുമ്പോ അത്ഭുതമായിരിക്കും അല്ലേ? ഇങ്ങനൊരു സംഭവം ഇതിനു മുൻപ് കേട്ടറിവ് പോലും ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ. ഇല്ല കൃഷ്ണ, ഇത്രയും പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. കൃഷ്ണ, നീ നിന്റെ അമ്മയും ഇനി ഈ നാട്ടിലുണ്ടാവുന്നത് ഗാഥമോളുടെ ജീവിതത്തിനൊരു തടസ്സമാണ്. എന്റെ മോളുടെ ഡിമാൻഡും അത് തന്നെയാണ്. നിങ്ങൾ ഈ നാട് വിട്ടു പോകണം. നിങ്ങളെ ഇവിടുന്ന് നാട് കടത്താനുള്ള അവകാശമൊന്നും എനിക്കില്ല. തല്ലി ഓടിക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നെങ്കിലും നിന്നോട് അതിനുള്ള കരുത്ത് കാണിക്കണമെന്ന് എനിക്ക് വയ്യ. എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. കാരണം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സിൻസിയറായിട്ട് ചെയ്തവളാ നീ. പക്ഷെ ഞാനൊരമ്മയാണ്. എന്റെ ജീവിതം എന്റെ മോളെ ചുറ്റിപ്പറ്റി മാത്രമാണ്. അവൾ കരയുന്നതോ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഓർത്ത് പേടിക്കുന്നതോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. സത്യജി, ഇതെന്റെ ഒരു അപേക്ഷയാണ്. പോണം, പോയേ പറ്റൂ. നന്നായി മാഡം. അല്ലെങ്കിൽ തന്നെ എന്റെ ആവശ്യം ഇവിടെ എന്താ? ആദ്യമൊക്കെ എനിക്ക് മാഡത്തിന് ഭയങ്കര പേടിയായിരുന്നു. പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ ദേഷ്യത്തോടെ കൃഷ്ണയെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആള് ഒരു ദിവസം ആദ്യമായിട്ട് മോളെന്ന് വിളിച്ചില്ലേ? അറപ്പില്ലാതെ എന്നെ തൊട്ടില്ലേ? എന്നെ ഉമ്മ വെച്ചില്ലേ? എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ?